നമസ്കാരം. പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിൽ വൻ മണ്ണിടിച്ചിൽ. റോഡിലേക്ക് മണ്ണ് പൂർണ്ണമായി ഇടിഞ്ഞു വീണു. ഇന്നലെ രാത്രി മുതൽ സ്കൂളും വീടുകളും ഉൾപ്പെടുന്ന ജനവാസ മേഖലയിൽ മണ്ണിടിയുന്നുണ്ടായിരുന്നു. തെങ്ങുൾപ്പെടെ കടപുഴകി വീണു. അശാസ്ത്രീയമായി JCB ഉപയോഗിച്ച് മണ്ണെടുത്തതാണ് മണ്ണിടിഞ്ഞതിന് കാരണമായതെന്ന് നാട്ടുകാർ ആരോപിച്ചു. നേരത്തെ തന്നെ അധികൃതരെ വിവരം അറിയിച്ചിരുന്നെങ്കിലും ഇടപെട്ടിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. ആളുകൾ രണ്ട് ഭാഗങ്ങളിലേക്ക് ഓടിയതിനാൽ വലിയൊരു അപകടമാണ് ഒഴിവായത്. നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ച ഭാഗത്താണ് മണ്ണിടിഞ്ഞത്. ഇതുവഴിയുള്ള ഗതാഗതവും നിരോധിച്ചിട്ടുണ്ട്. രാവിലെ 8 മണിയോടെയാണ് പാണക്കാട് റോഡിലേക്ക് കുത്തനെയുള്ള ചെരുവിൽ നിന്ന് മണ്ണിടിഞ്ഞു തുടങ്ങിയത്. മണ്ണും കല്ലുകളും റോഡിലേക്ക് പതിച്ചു. വീണ്ടും തുടർച്ചയായി മണ്ണിടിയുന്നുണ്ടായിരുന്നു. 9:30 വലിയ മൺകൂന പൂർണ്ണമായും താഴേക്ക് പതിച്ചു. മരങ്ങളും കല്ലുകളും ഒലിച്ചിറങ്ങി. റവന്യൂ അധികൃതരോട് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട സ്ഥലത്താണ് മണ്ണിടിഞ്ഞത്. എന്നാൽ ഒരു തരത്തിലുള്ള ഇടപെടലും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഗതാഗതം നിയന്ത്രിക്കാൻ ഒരു പോലീസുകാരൻ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് മന്ത്രി കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. അവിടെയുള്ളവരോട് സംസാരിച്ചു. അനധികൃതമായ കാര്യം നടന്നു. ആശുപത്രിക്ക് വേണ്ടി സർക്കാർ നൽകിയ സൗജന്യ സ്ഥലത്താണ് അപകടം നടന്നത്. അശാസ്ത്രീയമായിട്ടാണ് മണ്ണെടുത്തത്. SP-യും കളക്ടറെയും വിളിപ്പിച്ചിട്ടുണ്ട്. നടപടിയുണ്ടാകും. വെള്ളം ഒലിച്ചു വരികയാണ്. നിർമ്മാണം നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. സമീപത്ത് മറ്റ് കെട്ടിടങ്ങളില്ല. സ്കൂളുമായി നല്ല ദൂരമുള്ള സ്ഥലത്താണ് മണ്ണിടിയുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. രാവിലെ ഇവിടെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് റിപ്പോർട്ടിങ്ങിനായി മാധ്യമപ്രവർത്തകരടക്കം 100ഓളം പേർ നിൽക്കുമ്പോഴാണ് വീണ്ടും മണ്ണിടിഞ്ഞ് താഴേക്ക് പതിച്ചത്. മണ്ണിടിയുന്നത് കണ്ട് ആളുകൾ ഓടി മാറിയതിനാൽ വലിയൊരു അപകടം ഒഴിവായി. ചിലർക്ക് ഓടുന്നതിനിടയിൽ വീണ് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം സ്വകാര്യ ഭൂമിയിലാണ് മണ്ണെടുപ്പ് നടന്നതെന്ന് മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ റിൻഷ പ്രതികരിച്ചു. നഗരസഭ അറിയാതെയാണ് നിർമ്മാണ പ്രവർത്തനം നടന്നതെന്നും അപേക്ഷ നൽകാതെയാണ് മണ്ണെടുത്തതെന്നും റിൻഷ പറഞ്ഞു. ആശുപത്രിക്ക് വേണ്ടിയല്ല ഈ സ്ഥലത്ത് നിർമ്മാണം നടക്കുന്നതെന്ന് വാർഡ് കൗൺസിലർ KK ഉമ്മറും പറഞ്ഞു. മാധ്യമപ്രവർത്തകരെ കൂടാതെ നാട്ടുകാരും സംഭവസ്ഥലത്തുണ്ടായിരുന്നു. ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ മലപ്പുറം കൈരളി TV ക്യാമറമാൻ ജയേഷിനും പരിക്കേറ്റു. മണ്ണിടിഞ്ഞു തുടങ്ങിയത് മുതൽ തന്നെ ഗതാഗതം നിരോധിച്ചതും പോലീസ് ഇടപെട്ട് ജനങ്ങളെ രണ്ട് ഭാഗങ്ങളിലേക്ക് മാറ്റിയതും വലിയൊരു അപകടം ഒഴിവാക്കുന്നതിന് കാരണമായി. ആളുകൾ ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞതും ആശ്വാസമായി. മലപ്പുറം ചെട്ടിപ്പടി സ്വദേശി നൌഫൽ കടകാടൻ നടത്തിയ നിർമ്മാണം തീർത്തും അനധികൃതമാണെന്നും മുഖം നോക്കാതെ കർശന നടപടി സ്വീകരിക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ വ്യക്തമാക്കുന്നു. ജിയോളജി വകുപ്പ് നൽകിയ പാറ പൊട്ടിക്കാനുള്ള അനുമതി ജൂൺ 19-നും നഗരസഭ നൽകിയ മണ്ണെടുക്കാനുള്ള അനുമതി ജൂൺ 20-നും അവസാനിച്ചിരുന്നതായും അധികൃതർ അറിയിച്ചു. തുടർന്ന് അനധികൃത നിർമ്മാണത്തിന് നൽകിയ ലൈസൻസ് ഉടൻ റദ്ദാക്കാൻ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടെ സംസ്ഥാനത്ത് മറ്റു പലയിടത്തും മഴക്കെടുതി അനുഭവപ്പെടുന്നുണ്ട്. മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നു. മിന്നൽ പ്രളയ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുള്ള പത്തനംതിട്ട ജില്ലയിലും മഴ ശക്തമായി തുടരുന്നുണ്ട്. തിരുവല്ലയിൽ രാവിലെ മുതൽ ശക്തമായി മഴ പെയ്യുന്നുണ്ട്. തിരുവല്ല പുളിക്കീഴിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ട് രൂക്ഷമായി. ഇവിടെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓണത്തിനായി വ്യാപാരികൾ ഇറക്കിയ സ്റ്റോക്കുകൾ നശിച്ചു. വീടുകളിൽ വെള്ളം കയറി തുടങ്ങിയതോടെ മുകളിലത്തെ നിലയിലേക്ക് സാധനങ്ങൾ മാറ്റുന്ന തയ്യാറെടുപ്പുകൾ വീട്ടുകാർ ആരംഭിച്ചിട്ടുണ്ട്. തിരുവല്ലയിൽ നിന്നും മാവേലിക്കരയിലേക്കുള്ള റോഡിൽ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. ഇതേ തുടർന്ന് ചെറിയ വാഹനങ്ങളിൽ ഇതുവഴി പോകുന്നവർ ബുദ്ധിമുട്ടിലായി. കനത്ത മഴയിൽ പമ്പ മണപ്പുറത്തും പലയിടത്തെയും മണ്ണ് ഒലിച്ചുപോയി. വനമേഖലയിൽ ഇപ്പോഴും മഴ ശക്തമായി തുടരുകയാണ്. മൂവാറ്റുപുഴയാറിലും തൊടുപുഴയാറിലും ജലനിരപ്പ് മുന്നറിയിപ്പ് നില പിന്നിട്ടു. നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ എടത്തുവയിലെ മുട്ടാർ പഞ്ചായത്ത് ഒറ്റപ്പെട്ടു. ഇവിടെ എല്ലാ റോഡുകളും വെള്ളത്തിലായി. ഇവിടെയും ഒറ്റപ്പെട്ട ജനങ്ങളെ എത്രയും വേഗം സുരക്ഷിത കേന്ദ്രങ്ങളിൽ എത്തിക്കാൻ നടപടി വേണമെന്ന് ആവശ്യമായിരുന്നു.